നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, പടച്ചോൻ മറ്റൊന്ന് പ്ലാൻ ചെയ്യും. സംഭവം എന്താ അറിയോ, ഇന്ന് ഈ ഉണ്ടാക്കുന്ന വീഡിയോ ഇന്നെടുത്തതല്ല കേട്ടോ, ഒന്നാം നോമ്പിനെടുത്തതാണ്. ആ ഒന്നാം നോമ്പിനെടുത്ത വീഡിയോ മൂന്നാം നോമ്പിന് ഈ നേരം ഞാൻ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ, രണ്ടാം നോമ്പിന് രാവിലെ ഞാൻ ഒന്നങ്ങോട്ട് വീണ് കയ്യും കാലും കൊണ്ട് കേടെത്തി. പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പിന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാനും കഴിഞ്ഞിട്ടില്ല വെച്ചാൽ കഴിയുന്നില്ല. എന്തായാലും എടുത്ത വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വിചാരിച്ചു. ഞാൻ നോമ്പല്ലേ, അപ്പോൾ നമ്മൾ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതാ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞത്, നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, പഠിച്ചോ മറ്റൊന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്തു വെച്ച വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിടുന്നത്. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ബീഫ് കട്ട്ലേറ്റിന് ഞാൻ ആദ്യം ഉള്ളിയും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഉരുളങ്കിഴങ്ങ് വേവിച്ചുടച്ചതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീഫ് ഉപ്പും മഞ്ഞളും ഇട്ടുങ്ങാണ്ട് വേവിച്ചത് മിക്സിയിലിട്ട് ഒന്നങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് മസാലക്കൂട്ട് അങ്ങോട്ട് സെറ്റാക്കി. ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ, അത് പറയാൻ മറന്നു. അപ്പം നമ്മുടെ ഇതിന് കട്ട്ലേറ്റിനൊരു പവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുത്തിന്, ബ്രെഡ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നായിട്ടാണ്ട് കുഴച്ച്. ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ ഉപ്പ് കണ്ടിട്ട് പണ്ടാരോ പറഞ്ഞമാതിരി പെണ്ണ് നന്നായി പോയി, പെണ്ണ് നല്ലതാ പക്ഷെ പെങ്ങളായിപ്പോയി എന്നറിയില്ലേ എന്ന് പറഞ്ഞ മാതിരി മസാല ഒക്കെ അടിപൊളിയാക്കി, പക്ഷെ അത് ഉണ്ടാക്കാനെടുത്ത ചട്ടി പറ്റ കുഞ്ഞിതായിപ്പോയി. എന്തായാലും മസാല ഒക്കെ ഇവിടെ സെറ്റായി. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു മൂടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതേപോലെ ഇതേപോലെ വയൽ ഉരുളാക്കി പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമറയെ നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നല്ല സ്റ്റൈലാക്കിയിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് അടൂറുണ്ടുപോയി. പിന്നെ ഞാനിത് ക്യാമറൻ്റെ മുന്നിൽ നിന്നാണ്ട് പോയിങ്ങാണ്ട് നല്ല അടിപൊളിയായിട്ട് ഒക്കെ ഒന്നാണ്ട് സെറ്റാക്കിയെടുത്ത് അത് മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ കണ്ടിട്ട് എന്നതിൻ്റെ ശേഷം ചൂടായ എണ്ണയിൽ ഓരോന്നങ്ങോട്ട് ഇട്ട് തിരിച്ചും മരിച്ചും ഇട്ട് ഇങ്ങോട്ട് പൊരിച്ചുകൊണ്ട് അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി. നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനം കേട്ടോ. ഉരുളങ്കിഴങ്ങും ബീഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ബീഫ് അതിനായിട്ട് ഇതാക്കൊന്നും വേണ്ട, കറിയിൽ ബീഫ് ബാക്കി ഉണ്ടെങ്കിൽ അതെടുത്തും ഉണ്ടാക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ.